ആഷ്തക്കിൻ്റെയും ABPയുടെയും ജി ന്യൂസിൻ്റെയും ഒക്കെ ടെലിവിഷൻ സ്ക്രീനിൽ ഗോദി മീഡിയ എന്ന് ഇങ്ങ് വന്ന് നിറയുകയാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. കാരണം ഇവർ ലൈവ് ചെയ്യുന്നിടത്തൊക്കെ ഇവർ പോയിട്ട് കൈകൊട്ടിപ്പാടുണ്ട്. ഗോദി മീഡിയ ഹോയ് ഹോയ്, ഗോദി മീഡിയ ഹോയ് ഹോയ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ജേർണലിസ്റ്റ് അവർ വാറ്റുപഴപ്പിന് പണിയെടുക്കുകയാണ്, ശരിയാണ്. പക്ഷേ ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സംഗതിയില്ല മനുഷ്യർക്ക്. ഇവരൊക്കെ എന്തോന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇത്രയും കാലം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പാച്ച നുണ ജനങ്ങളോട് പറയായിരുന്നു. അത് നോക്കൂ, ടെലിവിഷൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെ ഈ നമ്മൾ വിചാരിക്കില്ലേ ഈ ടെലിവിഷൻ ചാനലുകൾ കൂടെ ചേർന്നിട്ട് നമ്മുടെ തലമുറയൊക്കെ ആകെ തെറ്റിദ്ധരിപ്പിച്ച് കളഞ്ഞു. ഇവർക്കൊരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നല്ലേ ഇപ്പോൾ മനസ്സിലാവുന്നത്. അവരത് കൺസ്യൂം ചെയ്യുന്നില്ലെന്ന്. ഇവർ പോകുന്നിടത്ത് ഈ മൈക്കുമായിട്ട് ഇവർക്ക് നടക്കാൻ പറ്റുന്നില്ല. പോകുന്നിടത്തൊക്കെ ഈ പിള്ളേർ പിറകെ കൂടിയിട്ട് അവരെ വഷളാക്കുക, എന്താണ് ശരിക്കും വഷളാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ അതെന്താണ്? ഇന്നലെ എൻ്റെ കൂടെ പഠിച്ച ഒരുത്തിയെ ഇതുപോലെ ഗോദി മീഡിയ വിളിച്ച് അവള് കരഞ്ഞുകൊണ്ടാണ് പോയത്. റീലാ ചെയ്തിട്ട് ശരിക്കും സങ്കടമാണ്. അവർ ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അത്രക്ക് മനുഷ്യർ വെറുത്തു പോയിരിക്കുന്നു. ഈ സംഘത്തെ, ഈ എക്കോസിസ്റ്റം തന്നെ വെറുത്തു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇത് എന്തുകൊണ്ട് സ്പോണ്ടാനിയസ് ആയിട്ട് വരികയാണ്. ഇത് നമ്മൾ ഡൽഹിയിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബോംബെയിൽ വലിയ രീതിയിൽ കുട്ടികൾ തെരുവിൽ ഇറങ്ങുന്നുണ്ട്, പാറ്റ്നയിൽ ഇറങ്ങുന്നുണ്ട്, ബീഹാറിൽ വലിയ തോതിൽ ഇറങ്ങുന്നുണ്ട്. അത് പിന്നെ ഒരുപക്ഷെ ഡൽഹിയിൽ ഉള്ളതിനേക്കാൾ എന്താ പറയുക അഗ്രസീവ് എന്ന് പറയാവുന്നതാണ് പാറ്റ്നയിലുള്ളത്. അപ്പോൾ അത് നമ്മൾ ഹിന്ദിക്കാരെ കുറിച്ച് വിചാരിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതിലും തെറ്റിപ്പോയിരിക്കുന്നു. എന്ത് മനോഹരമായ ഭാഷയാണ് ഇതെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ആ മുദ്രാവാക്യങ്ങൾക്ക് ഒരേ സമയം അങ്ങേയുടെ സംഗീതാത്മകമാണ്, താളാത്മകമാണ്, ഹൈലി പൊളിറ്റിക്കലാണ്. മുദ്രാവാക്യം വിളിക്കാൻ പറ്റിയ ഭാഷയാണ്. യെസ്, അടിപൊളി ഇത് കവിതയാണോ മുദ്രാവാക്യമാണോ എന്നുപോലും മനസ്സിലാകാത്ത വിധം മനോഹരമായിട്ടുള്ള വരികൾ. അതൊന്നും ആരെങ്കിലും എഴുതി സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പോണ്ടാനിയസ് ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസിലൊക്കെ എന്തൊക്കെയാണ് എഴുതി കൊണ്ടുവരുന്നത് ഇവർ. ഇത്ര മനോഹരമായ വാക്കുകളാണ് എഴുതി വരുന്നത്. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇത് കാണുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഇതിൽ വളരെ കുറഞ്ഞ ശതമാനമാണല്ലോ റോട്ടിലേക്ക് വരുന്നുണ്ടാവുക. ഇത് നരേന്ദ്രമോദി, യോഗി അല്ലെങ്കിൽ അമിത്ഷാ ഇതൊക്കെ പറയുന്നത് അചോദ്യരായിട്ടുള്ള ആളുകളാണ്, ഇൻവിൻസിബിളായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയല്ല. നമ്മുടെ ചെറുപ്പത്തിന് ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ അറിയാം. ഇവർ കാലാകാലം ഇവരെ നുണ പറഞ്ഞ്, അസത്യം പറഞ്ഞ്, വെറുപ്പ് പറഞ്ഞ്, മുസ്ലിം വിരുദ്ധത പറഞ്ഞ്, പാകിസ്ഥാൻ വിരുദ്ധത പറഞ്ഞ് ഇവരങ്ങ് അതൊക്കെ പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ആളുകൾ അടങ്ങിക്കോളും എന്ന് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അതല്ല. ഉത്തരേന്ത്യയിൽ ഹിന്ദി മുറുക്കാൻ ചവക്കുന്നവരും പാൻ ചവക്കുന്നവരും ഹിന്ദി സംസാരിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യർ, അവരും ബുദ്ധിശേഷി, അവർ അങ്ങേയറ്റം പൊളിറ്റിക്കലായി. നമ്മൾ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് പല ആളുകളും പറഞ്ഞതുപോലെ ഹിന്ദിക്കാരും നല്ല രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. ഈ ഹിന്ദി ഹെഡ്ലാൻഡിൽ ഇത് നടക്കുന്നു. ഹിന്ദിയിൽ മുദ്രാവാക്യം വിളിക്കുന്നു. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവർ ഹിന്ദിയിലാണ് മുദ്രാവാക്യം വിളിക്കുന്നത്.